ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ക്ലാസ് 6. അപ്പോൾ നമ്മൾ 6th ഫൗണ്ടേഷൻ തുടങ്ങി ഇനി കുറച്ച് ദിവസങ്ങളാണുള്ളത്. April 20th നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സൈറ്റിംഗ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വെൽക്കം കിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വെൽക്കം കിറ്റ് നമ്മളെ ഓഫീസിൽ നിങ്ങൾക്ക് അയക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റായിട്ട് എത്തിയിട്ടുണ്ട്. സോ നമ്മളെ വെൽക്കം കിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം. സോ 6th വെൽക്കം കിറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇതിൽ എന്നുള്ളത് നമുക്കൊന്ന് എന്ത് ചെയ്യാം, എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ തുറക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു വെൽക്കം നോട്ടാണ് കിട്ടുന്നത്. വെൽക്കം നോട്ടിൽ കൃത്യമായിട്ട് നിങ്ങൾ ഈ വെൽക്കം കിറ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് നമ്മുടെ ഒഫീഷ്യൽ മെയിലിലേക്ക് ഷെയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ വാട്സപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു വെൽക്കം നോട്ടാണ് തന്നിട്ടുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ വെൽക്കം കിറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ അത് വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ പേജിലൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഇത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗിഫ്റ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ പേജിലൊക്കെ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. അടുത്തതായി നമുക്ക് വെൽക്കം കിറ്റിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് നമുക്കൊരു പൗച്ചാണ്. നമ്മൾ സ്കൂളിലേക്കൊക്കെ നമ്മുടെ പെൻസില്, സ്കെയില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പൗച്ചാണ് നമുക്ക് കിട്ടുന്നത്. ആ പൗച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് അടുത്തതായിട്ട് നമുക്ക് വരുന്നത് നമുക്ക് ഒരു ടിഫിൻ ബോക്സ് ഒക്കെ അല്ലെങ്കിൽ നമ്മൾ സ്നാക്ക് ബോക്സ് ഒക്കെ കൊണ്ടുപോകുന്ന ഒരു ബാഗാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ടിഫിൻ ബാഗാണ് നമുക്ക് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടിഫിൻ ബാഗൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വെൽക്കം കിറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അടുത്തതായി നമുക്ക് ഈ വർഷത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ വർഷത്തെ ഏറ്റവും നമ്മൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ദിസ് ഈസ് എക്സ് ആൻഡ് വൈ പ്ലാനർ. എക്സ് ആൻഡ് വൈൻ്റെ പ്ലാനറാണ്, എക്സ് പ്ലാൻ വൈ എന്നാണ്. സോ നിങ്ങൾക്ക് എവിടെയാണ് എത്തേണ്ടത്, നിങ്ങളുടെ ഓരോ പ്ലാനുകൾ ഉണ്ടാവും അല്ലേ. നിങ്ങൾ ഡെയിലി ക്ലാസ്സുകൾ കാണുന്നുണ്ടാവും, നിങ്ങൾ ഡെയിലി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനറാണ് ഈ പ്ലാനർ എന്ന് പറയുന്നത്, സ്റ്റുഡൻറ് പ്ലാനർ എന്ന് പറയുന്നത്. ഫസ്റ്റ് പേജിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മെൻറ്ററിനെ കുറിച്ച്, നിങ്ങളുടെ മെൻറ്റർ നിങ്ങൾക്ക് ഓൾറെഡി അസൈൻ ചെയ്തിട്ടുണ്ടാവും, മെൻറ്ററിനെ കുറിച്ച് എഴുതാൻ പറ്റുന്ന ഒരു പേജാണ് ഫസ്റ്റ്. എന്നിട്ട് നിങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് എഴുതാൻ പറ്റുന്ന പേജാണ് അടുത്തതായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ പ്ലാനറിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ മന്ത്ലി നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് കാണാനുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു പ്ലാനർ കൂടിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടുത്തതായി പേജിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഓരോ സബ്ജക്റ്റിലും കിട്ടുന്ന സ്കോർ ഒരു ഗ്രാഫായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. ആ ഒരു ഗ്രാഫ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിന് നെയിം ചെയ്താൽ അതൊക്കെ നമ്മൾ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഓവറോൾ പ്രോഗ്രസ് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്ലാനർ വെച്ചിട്ട് നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ എവിടേക്കാണ് നമ്മളെ ലക്ഷ്യം വെക്കുന്നത് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇന്ത്യയുടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഇന്ത്യയിലെ മാപ്പിൽ എവിടെയാണ് നമ്മൾ ഇന്ത്യയിലെ ഏത് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് എയിം ചെയ്യുന്ന ഒരു ക്യാമ്പസ് ഏതാണെന്ന് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനുള്ള ഒരു പിക്ചർ കൂടി എന്തുണ്ടാവും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഫാക്കൽറ്റീസിൻ്റെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അജ്മൽ സാറിൻ്റെയും അതുപോലെ തന്നെ ബാസിൽ സാറിൻ്റെയൊക്കെ പിക്ചേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് റഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റിയിട്ട് നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, നമ്മുടെ ഈ ഒരു എക്സ് ആൻഡ് വൈ പ്ലാനർ, എക്സ് പ്ലാൻ വൈ എന്ന് പറയുന്നത്. സോ അതാണ് അടുത്തതായിട്ട് വരുന്ന ഈ വെൽക്കം കിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് 4 to 6 ഷീറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഷീറ്റുകളാണ് വരുന്നത് നമുക്ക് നോക്കാം. സോ നമുക്ക് ഓരോ ഷീറ്റുകൾ എന്ത് ചെയ്യാം, പരിചയപ്പെടാം. ഫസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വലിയ ക്ലാസ്സുകളിലേക്ക്, ഇപ്പം നിങ്ങൾക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല, പക്ഷേ നിങ്ങൾ വലിയ ക്ലാസ്സിലേക്കൊക്കെ എത്തുന്ന സമയത്ത് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന കുറേ ഇക്വേഷൻസ് ഉണ്ട് അല്ലേ, മാത്സിൽ വരുന്ന കുറേ ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻ അടങ്ങിയിട്ടുള്ള ഒരു പേജാണ് എന്താ ഈ ഷീറ്റ് എന്ന് പറയുന്നത്. സോ അതിനെയാണ് നമ്മൾ എക്സ് ആൻഡ് വൈ ഫോർമുല ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാത്സിൻ്റെ ഫോർമുല ഷീറ്റാണ് ആദ്യമായിട്ട് വരുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പീരിയോഡിക് ടേബിളും കെമിസ്ട്രിയിലെ കുറച്ച് ഫാക്ട്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള കെമിസ്ട്രിയുടെ ഒരു ഫോർമുല ഷീറ്റ് കൂടി എന്തുണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് 6th അത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കില്ല, പക്ഷേ നിങ്ങൾക്ക് എന്തായിരിക്കും ഭാവിയിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ സ്റ്റഡി ചെയ്യുന്ന വാളിലൊക്കെ നിങ്ങൾക്ക് ഒട്ടിച്ച് വെക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് വരുന്നത് ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫോർമുല ഷീറ്റാണ് എന്താ നിങ്ങൾക്ക് കിട്ടുക. അപ്പം ഇതും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഭാവിയിലായിരിക്കും ഇതൊക്കെ എന്ത് ചെയ്യുക, യൂസ്ഫുൾ ആയിട്ട് വരാം. അടുത്തതായിട്ട് വരുന്നത് ബയോളജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് 4 ഷീറ്റാണ് ഓവറോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് നിങ്ങളുടെ വെൽക്കം കിറ്റിൽ എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഇനി 8th 9th 10th സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പീരിയോഡിക് ടേബിൾ എക്സ്ട്രാ ആയിട്ട് എന്തുണ്ടാവും,
പീരിയോഡിക് ടേബിളിന്റെ യൂസസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും. കാരണം ഈ 6th 7th സ്റ്റുഡൻസ് ഒന്നും പീരിയോഡിക് ടേബിളിൽ അത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ടാവില്ല, പഠിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇല്ലാത്തത്. സോ അതിനുശേഷം നമ്മൾ വരികയാണെങ്കിൽ അടുത്തതായിട്ട് വരുന്നതാണ് നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ്. അതായത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ XY ഫാക്കൽറ്റീസ്, അജ്മൽ സാറിൻ്റെ അതുപോലെ തന്നെ സാൻഡി മാൻ്റെ ഒക്കെ പിക്ചറുള്ള, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഒക്കെ സ്റ്റിക്കറുള്ള ഒരു നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ നോട്ട്ബുക്സിലൊക്കെ പേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള സ്റ്റിക്കേഴ്സും എന്തുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വെൽക്കം കിറ്റിൽ കാണാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്നതാണ് നിങ്ങൾ മിക്കപ്പോഴും നിങ്ങൾ ഫോണിലായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവില്ല. നിങ്ങൾ നമ്മൾ XY ക്ലാസ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും ഫോണിലായിരിക്കും. അപ്പോൾ നിങ്ങളെ ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഫോൺ ഹോൾഡർ കൂടി എന്തുണ്ട് നിങ്ങൾക്ക് ഈ വെൽക്കം കിറ്റിൽ തരുന്നുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടും നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഈ വർഷത്തെ ഏറ്റവും വലിയ ചേഞ്ചാണ് നമ്മൾ അഡീഷണൽ ബുക്ക്ലെറ്റ്. അതായത് നിങ്ങളെ സിലബസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്തുണ്ട് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് അഡീഷണലി നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ അഡീഷണൽ ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സും നിങ്ങളുടെ സിലബസുമായിട്ട് നിങ്ങളെ സിലബസിനോട് ചേർന്നിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു അഡീഷണൽ ബുക്ക്ലെറ്റിലായിരിക്കും എന്ത് ചെയ്യാം കാണാൻ പറ്റുക. ഇതിലെന്തുണ്ട് സയൻസും ഉണ്ട്, അതുപോലെ തന്നെ മാത്സും ഉണ്ട്. അതിൽ തന്നെ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ആ ചാപ്റ്റേഴ്സിൽ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനും ഉണ്ടാവും. അതായത് നമ്മളൊരു സമ്മറി പോലെയുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനും ആ ചാപ്റ്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. അതിനുശേഷം നമുക്ക് വർക്ക് ബുക്ക്, അതായത് നമ്മളുടെ ക്വസ്റ്റ്യൻസ് അല്ലെ, അതിൽ തന്നെ 3 തരത്തിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. നമ്മൾ പുതിയ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടാവില്ല. നമ്മൾ 3 ലെവൽസ് ആയിട്ടാണ്, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. ലെവൽ 1 ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചാപ്റ്റർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു സ്റ്റുഡൻറ്റിനും എഴുതാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും ലെവൽ 1 എന്ന് പറയുന്നത്. അതിനുശേഷം ലെവൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലെവൽ 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് വരും. ഇനി ലെവൽ 3 എന്ന് പറയുന്നത് വലിയ വലിയ ഒളിമ്പ്യാഡ് ലെവലിലേക്ക് വരുന്ന എക്സാംസിന് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ലെവൽ 3 ക്വസ്റ്റ്യൻസ്. അതിൻ്റെയൊക്കെ സൊല്യൂഷൻസും എന്താണ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ സൊല്യൂഷൻസും. ലെവൽ 3 അഡ്വാൻസ് പ്രോബ്ലംസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആപ്പിൽ കാണാൻ പറ്റും കേട്ടോ. ഓരോ ചാപ്റ്ററിൻ്റെയും അഡ്വാൻസ് പ്രോബ്ലത്തിൻ്റെ സെഷൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തതായിട്ട് വരുന്നത് നമുക്ക് ഏറ്റവും കുട്ടികൾക്ക് എല്ലാവർക്കും പേടിയുള്ളൊരു സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാത്സ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ബുക്ക്ലെറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ബുക്ക്ലെറ്റിൽ നമ്മളൊരു ചെറിയ രൂപത്തിൽ, അതായത് നമ്മൾ സമ്മറി അതുപോലെ തന്നെ നോട്ടിൽ ഏറ്റവും ക്രിസ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാവണോ, നിങ്ങൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് എഴുതുന്ന സമയത്ത് ഏതൊക്കെ കാര്യങ്ങൾ അറിയണോ അതെല്ലാം എന്തുണ്ട് ഈ ഒരു മാത്ത് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്സിൻ്റെ ബുക്കാണ്. അതേപോലെ തന്നെ ഈ ചാപ്റ്റർ, അതായത് ഈ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ബുക്കിലുള്ള ചാപ്റ്റേഴ്സിൽ വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. അത് നമ്മൾ പറഞ്ഞു ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറയുന്ന പ്രോബ്ലംസ് അടങ്ങിയിട്ടുള്ള ഒരു വർക്ക് ബുക്കാണ് അടുത്തതായിട്ട് വരുന്നത്. അതിൽ നിങ്ങൾക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞിട്ട് 3 തരത്തിലെ പ്രോബ്ലംസ് വെച്ചിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും. അടുത്തതായിട്ട് വരുന്നതാണ് സയൻസിൻ്റെ അത് വർക്ക് ബുക്ക് വേറെ, ടെക്സ്റ്റ് ബുക്ക് വേറെ ആയിട്ടല്ല ഉണ്ടാവുക. സയൻസിൻ്റെ ബുക്ക്ലെറ്റ് എന്ന് പറയുന്നത് പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഓരോ ചാപ്റ്റേഴ്സ് കഴിയുന്തോറും നിങ്ങൾക്ക് അതിൻ്റെ വർക്ക് ബുക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ അവൈലബിൾ ആവും. വർക്ക് ബുക്ക് എന്ന് പറയുന്നത് വർക്ക് ഷീറ്റാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് ഇതുവരെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് വന്നിട്ടുള്ള ഹാർഡ് പ്രോബ്ലംസ് ഒക്കെയാണ് നിങ്ങൾക്ക് ആ ഒരു സെക്ഷനിൽ എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു ബുക്കുകൾ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് സ്കോർ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് വെൽക്കം കിറ്റിൻ്റെ ഒരു പാർട്ട് നോക്കി നോക്കാം. വെൽക്കം കിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലല്ലോ. വെൽക്കം കിറ്റിൻ്റെ ബോക്സിൽ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഫാക്കൽറ്റീസിൻ്റെ എല്ലാവരുടെ പിക്ചറും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും. നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരുപാട് ഫാക്കൽറ്റീസിൻ്റെ പിക്ചേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മുടെ IJSOയിൽ തന്നെ ബ്രോൺസ് മെഡൽ നേടിയിട്ടുള്ള അസാൻ ജലീൽ, അതായത് നമ്മുടെ അച്ചീവ്മെന്റിൽ വരുന്ന അസാൻ ജലീലിന്റെ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തതായിട്ട് RMOയിൽ ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുള്ള കേരള ലക്ഷദ്വീപ് റീജിയനിൽ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള പൂജ മോഹന്റെ, നമ്മുടെ XY ജെയിൻ്റെ സ്റ്റുഡൻ്റ് ആണ് പൂജ എന്ന് പറയുന്നത്. സോ പൂജയുടെ പിക്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വെൽക്കം കിറ്റാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഫൗണ്ടേഷൻ്റെ പാർട്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പർ എന്ത് ചെയ്യുക
നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ഫൗണ്ടേഷൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുക ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫൗണ്ടേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ആ ലിങ്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആ ലിങ്കിൽ നിങ്ങളെ സ്ലോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങൾ വിളിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ബുക്കൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്ത് ചെയ്യുക, നിങ്ങളെ വെൽക്കം കിറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മെൻറ്റേഴ്സുമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കണക്ട് ചെയ്യുക. ഓൾറെഡി നിങ്ങളെ മെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബുക്കിലേക്ക് എപ്പോഴാണ് എത്തുക, വെൽക്കം കിറ്റ് എപ്പോഴാണ് എത്തുക എന്നൊക്കെ അവരെന്ത് ചെയ്യും നിങ്ങളോട് അറിയിച്ചു തരുന്നതാണ്. സോ നിങ്ങൾ ഇത്രയും പ്രത്യേകതകളുള്ള വെൽക്കം കിറ്റാണ് നമുക്ക് ഈ വർഷം നമുക്ക് വരുന്നത്. സോ നിങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണെന്ന് നമുക്കറിയാം. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം ഈ ചാനൽ കാണാവുന്നതാണ്. ചാനൽ എന്ത് ചെയ്യാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ മാക്സിമം ഫ്രണ്ട്സ്, ഇതുവരെ ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്യാത്ത നിങ്ങളെ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു.